ഹായ് കൂട്ടുകാരെ, എൽ ഫോർ ലൈഫാണേ. അപ്പോളേ ഇന്ന് നമുക്കൊരു കപ്പ വേവിച്ചതുണ്ടാക്കിയാലോ. നല്ല രുചിയായിരുന്നേ. എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ ഞാൻ അവളെ കാണാൻ പോയ സമയത്ത് കപ്പയാണ് ഉണ്ടാക്കിയത്. കപ്പയും മത്തിക്കറിയായിരുന്നു. കപ്പ മീൻ വറുത്തതും മത്തി വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കപ്പയും മത്തിക്കറിയും. അപ്പോൾ ആദ്യം തന്നെ കപ്പ എടുത്ത് അവിടുത്തെ അമ്മച്ചിയാണ് കപ്പയെല്ലാം പൊളിച്ച് ശേഷം അവൾ നല്ല വൃത്തിയായിട്ട് കപ്പ കഴുകുവാണേ. കപ്പ കഴുകിയതിന് ശേഷം നന്നായി കൊത്തി ഞുറുക്കണേ. അത് അമ്മച്ചിയുടെ പണിയാണേ. കണ്ടോ, അമ്മച്ചി നന്നായിട്ടത് എല്ലാം ഈക്വലാണ്. അമ്മച്ചി കൊത്തുന്നുണ്ട്, എല്ലാം ഒരേ അളവിലാണ് കൊത്തുന്നത്. അങ്ങനെ കൊത്തി നല്ല വൃത്തിയായി കൊത്തിയെടുത്തതിന് ശേഷം അത് നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മൾ നല്ലപോലെ കപ്പ കഴുകിയതാണെങ്കിലും നല്ലപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ ആ ഒരു ഒരു ഇതങ്ങ് പോകണം. എന്നിട്ട് നമ്മളൊരു കലത്തിനകത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് വന്നു കഴിയുമ്പോൾ ഈ കപ്പ അതിനകത്തേക്ക് ഇടുക, നല്ലപോലെ തിളപ്പിക്കുക. ഒരു 15 മിനിറ്റൊക്കെ തിളയ്ക്കുമ്പം തന്നെ നല്ല കപ്പയാണെങ്കിൽ വേവുവേ. അന്നേരത്തേക്ക് നമ്മൾ എടുത്തിട്ട് അത് ഊറ്റണം. ഇതുപോലെ ഊറ്റി സൂക്ഷിക്കണം, കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ തിളച്ചാണല്ലോ, എന്നിട്ട് നല്ലപോലെ കപ്പ ഊറ്റിക്കളയണം. വെള്ളം ഊറ്റി ഇങ്ങനെ വാലാനിടും. കണ്ടോ, ഇതുപോലെ വാലാനിടും. കുറച്ച് നേരം കഴിയുമ്പോൾ എടുക്കുക. അന്നേരത്തേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാവേ. അതിന് വേണ്ടിയിട്ട് കൊച്ചുള്ളി, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, കറിവേപ്പില അവരുടെ സ്വന്തം കറിവേപ്പില, വലിയൊരു കറിവേപ്പാണേ. എന്നിട്ട് അതിൽ നിന്ന് പറിക്കുക. നല്ല ഫ്രഷ് കറിവേപ്പിലയായിരുന്നേ. എന്നിട്ട് നമ്മളത് മിക്സിയിൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുക. ഒതുക്കുക എന്ന് പറയും ഞങ്ങൾ കോട്ടയത്തോട്ടൊക്കെ. ഒതുക്കുക എന്നാണ് പറയുന്നത്, അരയ്ക്കരുത്. കപ്പയ്ക്കകത്ത് ഒതുക്കിയിടണ്ടേ. അപ്പോൾ വെള്ളം കളഞ്ഞ കപ്പ കലത്തിനകത്ത് വീണ്ടും ഇട്ടിട്ട് തീയിൽ വെക്കുക, ചെറിയ തീയിൽ. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് അതിലേക്കങ്ങ് ഇടുക. അരപ്പ് മൊത്തം ഇട്ട് അതിൻ്റെ അകത്ത് ആ ജാറൊന്ന് നല്ലപോലെ കഴുകി ഒരു കുറച്ച് വെള്ളമേ പാടുള്ളൂ. ആ ജാറൊന്ന് കഴുകി ഇത്രയും വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് മൂടി വെക്കുക. പിന്നെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴി എടുക്കും. ഇതിൻ്റെ നടുക്കോട്ടൊരു കുഴി കുത്തിയിട്ട് ഇച്ചിരിയേലും വെള്ളം ഉണ്ടെങ്കിൽ പോട്ടെന്നോർത്താൽ നല്ലപോലെ വെള്ളം പറ്റിയാൽ മാത്രമേ ഉള്ളൂ നല്ല ഉടഞ്ഞ കപ്പ കിട്ടത്തുള്ളൂ, അല്ലെ കുഴഞ്ഞു പോകുമേ. എന്നിട്ട് നല്ലതായിട്ട് തടകൊണ്ടിങ്ങനെ കപ്പക്കോല് കപ്പ ഇളക്കുന്ന കോലും കൊണ്ട് നല്ലതായിട്ട് ഇളക്കി നല്ലപോലെ പൊടിഞ്ഞ് നല്ല കപ്പയായിട്ട് വരും. അപ്പം നമ്മുടെ കപ്പ റെഡി. ഇത് കണ്ടോ, കപ്പ ഞങ്ങൾ പാത്രത്തിലിട്ട് നല്ല രുചിയായിരുന്നു കേട്ടോ. നല്ല രുചിയുള്ള കപ്പയാണ്. ഒന്ന് കഴിച്ച് നോക്കിയതുണ്ടോ, മത്തിക്കറിയൊക്കെ ഒഴിച്ച് സൂപ്പറാണ്. കൊതിയാവുന്നല്ലേ, കാണുമ്പം തന്നെ കൊതിയാവും. അപ്പോഴത്തേനും ഞങ്ങൾ മത്തിയും വറുത്തിരുന്നേ. കപ്പ മത്തിക്കറിയും മത്തി വറുത്തതും പിന്നെ ഇച്ചിരി പായസം മേടിച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണോ എന്ന്.